രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാവേലിക്കര സബ് ജയിലിൽ പ്രവേശിപ്പിച്ചു. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അർദ്ധരാത്രി അറസ്റ്റിലായ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട ജില്ലാ കോടതി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുകയായിരുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തത്. കൊട്ടാരക്കര സബ് ജയിലിലേക്ക് അയക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ പ്രതിഷേധം കണക്കിലെടുത്താണ് മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റിയത്. സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് ജയിൽ മാറ്റാൻ തീരുമാനിച്ചെങ്കിലും വഴിനീളെ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാഹുലിനെ മാവേലിക്കര പ്രത്യേക ജയിലിലെത്തിച്ചത്. ഇവിടെ DYFI പ്രവർത്തകർ പ്രതിഷേധത്തിനായി കാത്തുനിന്നിരുന്നു. എന്നാൽ വൻ പോലീസ് സുരക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിൽ പരിസരത്തേക്ക് എത്തിച്ചത്. രാഹുലിന് നേരെ എറിയാനായി കൊണ്ടുവന്ന മുട്ടകളടക്കം DYFI പ്രവർത്തകരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. വൈദ്യപരിശോധന പോലും നടത്താതെയാണ് രാഹുലിനെ ജയിലിലേക്ക് കയറ്റിയത്. പിന്നീട് പോലീസ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരെ ജയിലിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തുകയായിരുന്നു. സുരക്ഷയെ മുൻനിർത്തി സാധാരണ പോലീസ് ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ പോലീസ് ഇടപെട്ടത്. പ്രതിഷേധത്തിനായി യുവമോർച്ച പ്രവർത്തകർ എത്തിയിരുന്നെങ്കിലും അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിനകത്ത് പ്രവേശിപ്പിച്ചിരുന്നു. വിദേശത്ത് താമസിക്കുന്ന മലയാളി യുവതിയുടെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായത്. നേരത്തെ 2 ബലാത്സംഗ കേസുണ്ടായിരുന്ന രാഹുലിനെ 3-ാം ബലാത്സംഗ കേസിൽ പോലീസ് രഹസ്യ നീക്കത്തിലൂടെയാണ് പിടികൂടിയത്.